ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സ്മാർട്ട് കീലെസ് എൻട്രി വർക്ക് ചെയ്തൊരു കംപ്ലൈൻറ്റാണ് നോക്കാൻ പോണത്. ഫസ്റ്റ് നമുക്ക് തന്നെ കംപ്ലൈൻറ്റ് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പുതിയ വാഹനങ്ങളിലെല്ലാം നമുക്കിപ്പോൾ വാഹനത്തിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ പോക്കറ്റിൽ താക്കോൽ കരുതിയാൽ മാത്രം മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കീ ഡിക്റ്റേറ്റ് ചെയ്ത് നമുക്ക് സെൻട്രൽ ലോക്ക് ഓണാക്കി തരും. അപ്പോൾ ഈ വാഹനത്തിന് അത് വർക്ക് ചെയ്യുന്നില്ല. നമുക്കെന്താ ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡോർ ഹാൻഡിൽ കാണുന്ന കറുത്ത സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ചാണ് നമുക്ക് കംപ്ലൈൻറ്റ്. നമുക്കറിയാം, നമ്മുടെ വാഹനങ്ങളിൽ ലോ ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വാഹനങ്ങളിൽ സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങും പ്രോപ്പറാണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ സെൻട്രൽ ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലോക്ക് അൺലോക്ക്. അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഡോർ ലാച്ചാണ്. ഡോർ ലാച്ചിനകത്തൊരു സ്വിച്ച് വരും, അത് വർക്കിംഗ് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമ്മൾ ജസ്റ്റ് ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഡോറ് ഓപ്പൺ ആണെന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് സ്കാനിങ് ടൂളിൽ കിട്ടേണ്ടത് നോക്കാം. ഇതിനകത്ത് ഓരോ ഡോറുകളും നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഡ്രൈവർ സൈഡ് ഡോറ് ഞാൻ ഓണാക്കി. അപ്പോൾ നമുക്കവിടെ സിഗ്നൽ കിട്ടേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇത് ആക്റ്റീവാണ്. അപ്പോൾ ഡോർ ലാച്ചിൻ്റെ ഭാഗത്തെല്ലാം സേഫാണ്. അടുത്തത് നമുക്ക് ആദ്യം നമ്മൾ ഡോർ പാഡ് നമ്മൾ അഴിച്ചിട്ട് നമ്മുടെ ലാച്ച് നമ്മൾ മാനുവലി ലോക്ക് ചെയ്ത് തരണം. മാനുവലി ലോക്ക് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വിച്ച് എൻഗേജ് ആയിട്ടിരിക്കുമായിരിക്കുമല്ലോ. അടുത്തത് നമുക്ക് ആ ഡോർ ഹാൻഡിൽ നമ്മൾ നേരത്തെ ഉണ്ട് ആ സ്വിച്ചിൻ്റെ കപ്ലർ ഊരിയിട്ട് നമുക്ക് ഇതിനകത്ത് വോൾട്ടേജ് വരുന്നുണ്ട് നോക്കാം. ഇത് ശരിക്കും സെൻസർ അല്ല, അതൊരു സ്വിച്ചാണ്. അപ്പോൾ ഇതേ കണ്ടോ, നമുക്ക് അതിനകത്ത് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വിച്ച് വരെ നമുക്ക് വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ